ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇഷുവിനെ അംഗൻവാടിയിലൊക്കെ ആക്കിയിട്ട് വന്നിട്ട് പിന്നെ കാപ്പി കുടിച്ചു. അതിനുശേഷം പിന്നെ ഒത്തിരി പാത്രം കിടപ്പുണ്ടായിരുന്നു രാവിലെ തൊട്ടുള്ള, അതെല്ലാം കഴുകി അങ്ങ് വെച്ചു. തുണി അലക്കാനിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ മീൻ കറി ഇന്ന് തേങ്ങ അരയ്ക്കാതെ എളുപ്പത്തിനൊന്ന് വെക്കാമെന്നാണ് കരുതുന്നത്. കാരണം തേങ്ങ കുറച്ചേ ഉള്ളൂ, അത് പിന്നെ ഒഴിക്കാൻ വെക്കാമെന്ന് കരുതി ഞാൻ മാറ്റി വെച്ചേക്കാം. പിന്നെ ഈ റെസിപ്പി, ഈ മീൻകറി വെക്കുന്ന ഈ റെസിപ്പി ഉണ്ടല്ലോ, എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നെ. അതേപോലെ വെച്ചപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനിതിങ്ങനെ വെക്കാറുണ്ട്. മോനിന്ന് എക്സാം ഇല്ലാത്തതുകൊണ്ട് അവനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. ഞങ്ങളുടെ ഇവിടെ പുളിച്ചിക്ക ഒത്തിരി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് പുളിച്ചിക്ക ഒഴിക്കാൻ വെക്കാമെന്നാണ് കരുതിയത്. അപ്പം മോൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണെങ്കിൽ അതിന് വേണ്ടി തേങ്ങ ചിരണ്ടി എടുത്തു, അതും അങ്ങ് സെറ്റാക്കി. കറിയൊക്കെ ആയ ശേഷം പിന്നെ ഞാനാണെങ്കിൽ അടുക്കളയൊക്കെ ഒന്ന് തൂത്തുവാരിയിട്ടു. പിന്നെ ഞാനും മോനും കൂടി ചോറും കഴിച്ചിരുന്നപ്പം അല്ലിക്കുട്ടി വന്നു. അല്ലി എൻ്റെ സഹോദരൻ്റെ മോളാണേ. അവൾക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട്, സമുവും എൻ്റെ മോളും ഒന്നിച്ചാണ് പഠിക്കുന്നത്. അവർ രണ്ടുപേരും വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനും അല്ലിയും കൂടി അംഗൻവാടിയിൽ പോയി. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇഷുവും സമുവും വന്ന് ചെരുപ്പ് ഇട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. രണ്ടുപേർക്കും അല്ലിയെ കണ്ടപ്പോൾ അല്ലിയുടെ കൈ പിടിച്ച് നടക്കണമെന്നും പറഞ്ഞ് രണ്ടുപേരും രണ്ട് കൈ പിടിച്ചങ്ങ് നടപ്പായി. വീട്ടിലെത്തിയ ഉടനെ പിന്നെ ഞാൻ തലയിലൊക്കെ എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റവും കൂടെ തൂത്തിട്ട് പിള്ളേരെയും കുളിപ്പിച്ച് എനിക്കൊന്ന് കുളിക്കാമെന്ന് കരുതി. കുളി കഴിഞ്ഞ ശേഷം ഞാനും മക്കളൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം ഞാനാണെങ്കിൽ പിന്നെ അവർക്ക് രാവിലത്തെ കാപ്പി ഇരിപ്പുണ്ടായിരുന്നു, അത് തന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയും കൊടുത്തത്. അതൊരു 3 പേരും ഒന്നിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്. അല്ലിയുടെയും സമുവിൻ്റെയും അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അവരെ രാത്രി വരെ നോക്കുന്നത്. 3 പേരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്നതാണോ രസമുണ്ട്, പക്ഷെ 3 പേരും വഴക്കാളികളാണ്. അവർ കഴിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ പോയി ചായ ഇട്ട് പിള്ളേർക്കും കൊടുത്ത് ഞാനും കുടിച്ചു.